ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുമി കിഡ്സ് ടിവിയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇതാരാ? പൂച്ചക്കുട്ടൻ അല്ലേ? പൂച്ചക്കുട്ടൻ എങ്ങനെയാ കരയുന്നത്? അല്ലേ? പൂച്ചക്കുട്ടനെ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ് എങ്കിൽ നമുക്ക് ഒരു 4 വരി കവിത ചൊല്ലിയാലോ? ചൊല്ലാം. കൂട്ടുകാർ എന്റെ കൂടെ ഏറ്റു ചൊല്ലണം. പൂച്ചേ പൂച്ചേ നീ എന്താ? പൂച്ചേ പൂച്ചേ നീ എന്താ? ഞ്യാവൂ ഞ്യാവൂ കരയുന്നു. മ്യാവൂ മ്യാവൂ കരയുന്നു. പൊരിച്ച മീനെ തിന്നാനോ? പൊരിച്ച മീനെ തിന്നാനോ? കാച്ചിയ പാല് കുടിക്കാനോ? കാച്ചിയ പാല് കുടിക്കാനോ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാ പൂച്ചക്കുട്ടൻ കരയുന്നത്? ഞ്യാവ് ഞ്യാവ് അല്ലേ? എന്തിനാ കരയുന്നത്? പൊരിച്ച മീനെ കിട്ടാൻ അല്ലേ? അതുപോലെ കാച്ചിയ പാല് കുടിക്കാൻ ആണല്ലേ? അങ്ങനെ നമ്മുടെ പൂച്ചക്കുട്ടൻ ഞ്യാവ് ഞ്യാവ് എന്ന് കരഞ്ഞുകൊണ്ട് എവിടേക്കാ പോയതെന്നറിയാമോ? അടുത്തുള്ള ഒരു വീട്ടിലേക്ക്. ഇതാരുടെ വീടാ? നമുക്ക് നോക്കിയാലോ? നോക്കാം. നോക്കിയേ, ഇതാരൊക്കെയാണ്? നമ്മള് ഇതിനു മുൻപ് ഇവരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്നാ പറഞ്ഞേ, ഇതാരാ? ക. ആരാണിത്? ക അല്ലേ? ഇതോ? ഖ. ആരാണ്? ഖ അല്ലേ? ഇതോ? ഗ. ആരാണ്? ഗ അല്ലേ? ഇതോ? ഘ. പറഞ്ഞേ, ഘ അല്ലേ? ഇനി ഇവരുടെ കൂട്ടത്തിൽ ഒരാളും കൂടെയുണ്ട്. ഇവർ 5 പേരാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. 5ാമൻ ആരാണെന്ന് നോക്കണ്ടേ? നോക്കിക്കേ, ഇതാരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഈ കൂട്ടുകാരന്റെ പേരാണ് ങ. എന്താണ്? ങ. പറഞ്ഞേ, ങ. കേട്ടോ? ഇവർ 5 പേരും കൂടെ ചേർന്നിട്ടാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ആരൊക്കെയാ? ക, ഖ, ഗ, ഘ, ങ. ഒന്നും കൂടെ പറഞ്ഞേ, ക, ഖ, ഗ, ഘ, ങ. കേട്ടോ? ങ എന്ന ഈ കൂട്ടുകാരനെ കൂട്ടുകാർ ഒന്ന് നോക്കിക്കേ. പൂച്ചക്കുട്ടന്റെ കരച്ചിലുണ്ട്. കണ്ടോ? എങ്ങനെയാ പൂച്ചക്കുട്ടൻ കരഞ്ഞിരുന്നത്? ഞ്യാവ് അല്ലേ? ഞ്യാവ് എന്നെഴുതുമ്പോൾ ങ എന്ന കൂട്ടുകാരനുണ്ട്. കണ്ടില്ലേ? കണ്ടല്ലേ? അപ്പോൾ കൂട്ടുകാർ പറഞ്ഞേ, ഇതാരാ? ങ. ആരാണിത്? ങ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞേ, ങ. ങ എന്ന ഈ കൂട്ടുകാരൻ എവിടെയാ നിന്നിരുന്നത്? ദേ നോക്കിക്കേ, ഇതാരൊക്കെയാണ്? ക, ഖ, ഗ, ഘ, ങ. ഇവിടെയാണ് ങ നിന്നിട്ടുള്ളത് അല്ലേ? ഇനി നമുക്ക് ങ എന്ന ഈ കൂട്ടുകാരനെ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിയാലോ? നോക്കാം.
കൂട്ടുകാർ ഇവിടെ ഒരു ഗ്രീൻ ഡോട്ട് കാണുന്നില്ലേ? കാണുന്നുണ്ട്. അവിടെ നിന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഒരു കുഞ്ഞു സർക്കിള് വരച്ചിട്ട് ഇതുപോലെ ഒരു റാ പോലെ വരയ്ക്കണം. ഇങ്ങനെ. അതിനോട് ചേർന്ന് കൊണ്ട് ഇതുപോലെ ദാ എഴുതണം. ദാ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടില്ലേ? ഓർമ്മയില്ലേ? കൂട്ടുകാർക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ങ എഴുതുന്നത്. എന്താണിത്? ങ അല്ലേ? ഇനി നമുക്ക് എഴുതി നോക്കിയാലോ? നോക്കാം. ആദ്യം ഒരു കുഞ്ഞു സർക്കിള് വരയ്ക്കണം അല്ലേ? എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതിനോട് ചേർന്നിട്ടൊരു റാ പോലെ വരയ്ക്കണം അല്ലേ? ഇനിയോ ഇതുപോലെ ഒരു ദാ വരയ്ക്കണം അല്ലേ? നേരെ ഒരു അപ്പർ കർവ് വരച്ചിട്ട് 3 എഴുതണം. 3 എന്ന് എഴുതണം അല്ലേ? അപ്പോഴല്ലേ ദാ ആവുന്നത്. ആണ്. ഇപ്പോൾ ഇത് ആരായി? ങ അല്ലേ? ഒന്നും കൂടി എഴുതി നോക്കാം. ഇതുപോലെ വരച്ചിട്ട് ദാ എഴുതുന്നു. ഇപ്പോൾ ഇത് ങായായി. ങ അല്ലേ? ഒന്നും കൂടെ എഴുതി നോക്കിയാലോ? നോക്കാം. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ. എളുപ്പമല്ലേ? ആണ്. ഇപ്പോൾ ഇത് ആരെയാ നമ്മൾ വരച്ചത്? ങ എന്ന കൂട്ടുകാരനെയാണ് നമ്മൾ വരച്ചത് അല്ലേ? ഇനി കൂട്ടുകാർക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ. ഇതെന്താ? മാങ്ങ. എന്താണിത്? മാങ്ങ അല്ലേ? മാംഗോ ആണ്. മാങ്ങ അല്ലേ? ഇതെന്താ? തേങ്ങ. കോക്കനട്ട്. തേങ്ങ അല്ലേ? മാങ്ങ എന്നുള്ളതിലും തേങ്ങ എന്നുള്ളതിലും ങ എന്ന ശബ്ദമില്ലേ? എവിടെയാ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷേ നമ്മള് ങ എന്ന് പഠിച്ചത് ഇതുപോലെയല്ലേ? അല്ലേ? ഇതുപോലെയല്ലേ നമ്മളിപ്പോൾ ങ എന്ന് എഴുതാൻ പഠിച്ചത്? ആണ്. പിന്നെ എങ്ങനെയാണ് മാങ്ങ എന്ന് പറയുമ്പോഴും തേങ്ങ എന്ന് പറയുമ്പോഴും ഇതുപോലെയുള്ള ങ എഴുതുന്നത്? ഇതെങ്ങനെയാണ് വന്നതെന്ന് ഒരു സൂത്രത്തിലൂടെ കാണിച്ചു തരട്ടെ. നോക്കിക്കേ. ഇതാരാ? ങ അല്ലേ? ഇതാരാ? ങ അല്ലേ? ഈ രണ്ട് ങകളും കൂടി ചേരുമ്പോഴാണ് ഇതുപോലെയുള്ള ങ ഉണ്ടാകുന്നത്. രണ്ട് ങകള് ചേർന്നിട്ടാണ് ങ. ങ. ഇതെന്താണ്? ങ. മാങ്ങ എന്ന് പറയുമ്പോഴും തേങ്ങ എന്ന് പറയുമ്പോഴും മൂങ്ങ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് ങകൾ ചേർന്നിട്ടുള്ള ങ. കണ്ടോ? ഇപ്പൊ ഇവിടേക്ക് നോക്കിക്കേ. ങ എന്നുള്ള ഈ അക്ഷരത്തിൽ എവിടെയാ നമ്മളിപ്പോൾ പഠിച്ച ങകളുള്ളത്? നോക്കിക്കേ. ഇവിടെ ഒരു ങയുണ്ട് അല്ലേ? ഇനി ഒരു ങ കൂടെയില്ലേ? നോക്കിക്കേ. ദേ ഇവിടെ രണ്ട് ങകൾ കൂടി ചേർന്നിട്ടാണ് ങ. കണ്ടോ? ഇപ്പൊ മനസ്സിലായോ? മാങ്ങ എന്ന് പറയുമ്പോഴും തേങ്ങ എന്ന് പറയുമ്പോഴൊക്കെ ഇതുപോലെയുള്ള ങ എഴുതുന്നത് എന്താണെന്ന്? ഇനി കൂട്ടുകാർ മറന്നു പോവോ? ഇല്ല അല്ലേ? കൂട്ടുകാർ നോക്കിക്കേ. ഈ ങ എന്ന് എഴുതുന്നത് രണ്ട് ങകൾ കൂടിയിട്ടാണ് അല്ലേ? അതൊന്ന് എങ്ങനെയാ എഴുതുന്നത് എന്ന് നോക്കണോ? കൂട്ടുകാർ ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇതുപോലെ ഒരു ഓ എഴുതുന്നു കേട്ടോ. എന്നിട്ട് അതിന്റെ ഉള്ളിലൂടെ ഒരു റാ എഴുതുന്നു. ഇതുപോലെ ഒരു ദാ എഴുതുന്നു. കണ്ടില്ലേ? ഒന്നും കൂടെ നോക്കണോ? ഇതുപോലെ ഒരു ഓ എഴുതുന്നു. അതിന്റെ ഉള്ളിലൂടെ ഒരു റാ എഴുതുന്നു. അതിന്റെ കൂടെ ഒരു ദാ കൂടെ എഴുതുന്നു. കണ്ടില്ലേ? ഇത് നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം കേട്ടോ. കൂട്ടുകാരെ, ങ എന്ന എന്നെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചോ?
പഠിച്ചല്ലേ? ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. സുമി കിഡ്സ് TV എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് അതിൽ കൂട്ടുകാരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബൈ.